മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഉടൻ വരാൻ പോകുന്ന ഒരു ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ആണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ. നമ്മുടെ കുട്ടികളെ കൂടുതലും കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ അങ്ങനെയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ മാത്രം ഫോക്കസ്ഡ് ആകുമ്പോൾ ഇങ്ങനെയും കുറച്ച് ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അത്യാവശ്യം നിയമനം നടക്കുന്ന, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, എന്നാൽ ഒരുപാട് പേര് അറിയാത്ത, സിലബസിൽ നല്ല മാറ്റമുള്ള, ആ സിലബസ് പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടൂ എന്നുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻസ് നമ്മുടെ ഇടയിലുണ്ട്. ഫോർ എക്സാമ്പിൾ ഡയറി ഫാം ഇൻസ്ട്രക്ടർ, ICDS സൂപ്പർവൈസർ, അങ്ങനെ കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഒക്കെ. ആ നോട്ടിഫിക്കേഷൻസ് കൂടെ സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് എത്തിച്ചിരിക്കും. സൂപ്പർ നോട്ട്സിനെ ഫോളോ ചെയ്തോളാം. ഒരു നോട്ടിഫിക്കേഷൻ പോലും നിങ്ങൾ മിസ്സാക്കത്തില്ല, ഒരു ലാസ്റ്റ് ഡേറ്റ് പോലും നിങ്ങൾ മറക്കത്തില്ല. എപ്പോഴും എല്ലാ എക്സാമുമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കാം. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഇതിനു മുമ്പ് വന്ന ഡയറി ഫാം ഇൻസ്ട്രക്ടർ നോട്ടിഫിക്കേഷൻ 2022 വന്നത്. കാറ്റഗറി നമ്പർ 691/2022. നോട്ടിഫിക്കേഷൻ വന്നത് 31/12/2022 നോട്ടിഫിക്കേഷൻ വന്നത്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 2023 ഫെബ്രുവരി 1 ഇവിടെ നോക്കുക. ഡിപ്പാർട്ട്മെന്റ് കേരള ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് ദ പോസ്റ്റ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ. സാലറി 35,600 മുതൽ 75,400 വരെയാണ് സാലറി വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. എന്ന് വെച്ചാൽ 2027 മുതൽ 2030 വരെ വരാൻ പോകുന്ന എല്ലാ വേക്കൻസികളും ഫില്ലാവുന്നത് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും ഫില്ലാവാൻ പോകുന്നത്. അത് കഴിഞ്ഞ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 19 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്ന. മീൻസ് നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 36, അതായത് 2/1/1990 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. 2/1/1987 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. SC SC ആണെങ്കിൽ 5 വർഷം ഇളവുണ്ട്. 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. 2/1/1985 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അത് കഴിഞ്ഞ ക്വാളിഫിക്കേഷൻ എന്താണ്? മക്കളെ ശ്രദ്ധിച്ച് കേട്ടോളാം. ക്വാളിഫിക്കേഷൻ വരുന്ന ഇതാണ്, ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഗ്രാജുവേഷൻ വിത്ത് എയ്തർ മാത്തമെറ്റിക്സ് ഓർ ബയോളജി ആസ് വൺ ഓഫ് ദ ഓപ്ഷണൽ സബ്ജക്ട്സ് ഫോർ പ്രീ ഡിഗ്രി കോഴ്സ്. അതായത് നിങ്ങളുടെ +2 ഒന്നുകിൽ നിങ്ങൾ ബയോളജി സയൻസ് ആയിരിക്കണം. ബയോളജി സയൻസ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അല്ല എങ്കിൽ മാത്സ് പഠിച്ചിരിക്കണം. മാത്സ് ഒരു ഓപ്ഷണൽ സബ്ജക്ട് ആയിട്ട് പഠിച്ചിട്ടുള്ള എല്ലാ +2 സ്ട്രീമും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ബേസിക്കലി എല്ലാവരും ഇത് കഴിഞ്ഞാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. +2 ബയോളജി സയൻസോ അല്ലെങ്കിൽ +2 മാത്സ് ഉള്ള ഒരു സ്ട്രീം ഉള്ളവർക്കോ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഹ്യൂമാനിറ്റീസിന്റെ ഡൗട്ട് ആണ്. ബാക്കി എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഇവിടെ നോക്കുക. 2024 ഞാൻ റാങ്ക് ലിസ്റ്റ് വന്ന ഡേറ്റ് കൂടെ പറഞ്ഞുതരാം. റാങ്ക് ലിസ്റ്റ് വന്നത് 5/12/2024 റാങ്ക് ലിസ്റ്റ് വന്നത്. ഡേറ്റ് മറക്കണ്ട, 5/12/2024. ഈ റാങ്ക് ലിസ്റ്റിന് 3 വർഷം കാലാവധിയുണ്ട്. 2027 ഡിസംബർ വരെ കാലാവധിയുണ്ട്. സോ പുതിയ റാങ്ക് ലിസ്റ്റ് 2027 ഡിസംബറിലെ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അങ്ങനെ 2027 ഡിസംബറിൽ പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ 2027 ആദ്യം തന്നെ ഇതിന്റെ എക്സാം ഉണ്ടായിരിക്കണം. 2027 ആദ്യം എക്സാം നടക്കണമെങ്കിൽ 2026 ഒരു ജൂൺ മാസം, ജൂലൈ മാസത്തിലൊക്കെ നോട്ടിഫിക്കേഷൻ വന്നാലേ അവർക്ക് ഈ എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഒരു 3 മാസത്തിനകത്ത് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. 3-4 മാസത്തിനകത്ത് ഡയറി ഫാം ഇൻസ്ട്രക്ടർ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. നോക്കുക, ഈ റാങ്ക് ലിസ്റ്റ് വന്ന് ഒരു വർഷം കൊണ്ട് 60 അഡ്വൈസ് ആണ് ടോട്ടൽ പോയിരിക്കുന്നത്. 60 അഡ്വൈസ്. മക്കളെ മറക്കണ്ട, 60 അഡ്വൈസ് ഒരു ചെറുതല്ല. ഇന്ന് LDയുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 8 മാസം കഴിഞ്ഞിട്ടും പല ജില്ലകളിലും 40 അഡ്വൈസൊക്കെയാണ് ടോട്ടൽ പോയിരിക്കുന്നത്. പക്ഷെ ഇവിടെ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട്? ഒരു വർഷം കൊണ്ട് 60 അഡ്വൈസ് പോയിട്ടുണ്ട്. കഴിഞ്ഞ മെയിൻ ലിസ്റ്റിനകത്ത് 240 പേരാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ടോട്ടൽ ഒരു 180 മുതൽ 200 അഡ്വൈസ് വരെ നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാം. 180 മുതൽ 200 അഡ്വൈസ് വരെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റ് ആണ്, നല്ല സാലറിയാണ്. ഇനി എന്താണ് ഈ എക്സാമിന്റെ ഹൈലൈറ്റ്? അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ എക്സാമിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ സിലബസ് ആണ്. അതായത് ഈ സിലബസിനകത്ത് എന്തില്ല? GK ഒന്നുമില്ല. നമ്മളെ PSCക്ക് പഠിക്കുന്ന ഒരു സാധനവും ഇതിനകത്തില്ല. എൻറ്റയർലി ഡിഫറെന്റ് ആയ ഒരു സിലബസ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിലബസ് പഠിക്കുന്നവർക്ക് മാത്രമേ ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യാനും പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അത് ബെനിഫിറ്റ് ആണ്. എന്ന് വെച്ചാൽ വലിയ കോമ്പറ്റീഷൻ ഒന്നും കാണത്തില്ല. ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് 4 ലക്ഷം പേര് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരെയാണ് ചിലപ്പോൾ 1 ലക്ഷം പേര് പോലും കാണത്തില്ല.
അതിൽ ഒരു 5% ആൾക്കാർ പോലും ഈ സിലബസിനെ ഫോളോ ചെയ്യത്തില്ല. കാര്യം അവരെ പഠിച്ചു വന്നൊരു സിലബസ് അല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതായത് +2 ലെവലിലുള്ള ഫിസിക്സ് ആണ് ഇതാ കിടപ്പുണ്ട് കണ്ടോ. +2 ലെവലിലുള്ള ഫിസിക്സ് ഫുള്ള് ഇതാ സിലബസ് NCERT അതേപോലെ തന്നെ കിടപ്പുണ്ട്. അതിനുശേഷം കെമിസ്ട്രി +2 ലെവലിലുള്ള കെമിസ്ട്രി ആണ് വരുന്നത്. അതിനുശേഷം താഴേക്ക് പോകുമ്പോൾ ദാ കിടപ്പുണ്ട് ഓർഗാനിക് കെമിസ്ട്രി സൊല്യൂഷൻസ്, കെമിക്കൽ കൈനറ്റിക്സ്, ആൽക്കഹോൾ, ഫിനോൾ, ആൽഡിഹൈഡ്സ്, ബയോമോളിക്യൂൾസ്, അങ്ങനെ മൊത്തം കിടപ്പുണ്ട്. പിന്നെ ബോട്ടണി ദാ കിടപ്പുണ്ട്. ബോട്ടണി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സുവോളജി ദാ കിടപ്പുണ്ട്. അത് കഴിഞ്ഞാൽ സുവോളജി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ മാത്സ് ആണ്. മാത്സ് ഫുള്ള് +2 ലെവലാണ് കിടക്കുന്നത്. മാത്സ് കഴിഞ്ഞാൽ പിന്നെ ബേസിക് ഡയറി സയൻസ്, സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കാത്തൊരു സിലബസ് ആയതുകൊണ്ട് തന്നെ ഇതിനെ ഫോളോ ചെയ്താൽ നമുക്ക് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. അപ്പൊ ഒരു 3 മാസത്തിനകം നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അത്യാവശ്യം നല്ല നിയമനം നടക്കും. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നോക്കിയ മെയിൻ ലിസ്റ്റിനകത്ത് 247 പേര് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് ഒരു 180ഓളം നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും സ്റ്റാർട്ട് ചെയ്തോളാം. നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ. അപ്പൊ സൂപ്പർ നോട്ട്സ് കട്ട സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ ഈ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. അപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്തോ. ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ. 2027 അവസാനം നമുക്ക് സർവീസിലേക്ക് കയറാം. അപ്പോൾ ക്ലാസ്സിൽ കാണാം.